ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി കണ്ണൂരുകാരുടെ സ്പെഷ്യലായിട്ടുള്ള റേറ്റാണ് കോഴിയട അഥവാ പിരിയാട. നമ്മൾ സമൂസക്കൊക്കെ വെച്ച് കൊടുക്കുന്ന ആ ഒരു ഫില്ലിംഗ് തന്നെയാണ് കോഴിയടയിലും യൂസ് ചെയ്യാറ്. പക്ഷേ ഞാനൊന്ന് ഒരു വെറൈറ്റി ഫില്ലിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കടലപ്പരിപ്പും ചിക്കനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്. അപ്പോൾ നമ്മൾ നേരെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ ആദ്യമേ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് അടയിലേക്ക് വേണ്ടിയിട്ട് 1 കപ്പ് കടലപ്പരിപ്പ് അരമണിക്കൂർ മുന്നേ ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബോൺലെസ് പീസും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കടലപ്പരിപ്പിൻ്റെ കൂടെ ചിക്കനും കൂടി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ചിക്കൻ്റെ. ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ട് വെന്ത് അടിഞ്ഞു പോകാൻ പാടില്ല. നമ്മുടെ കൈ വെച്ചാൽ ജസ്റ്റ് ഒന്ന് നമുക്ക് വാലിട്ടാൽ കടിക്കുന്ന ഒരു രീതിയിലാണ് കടലപ്പരിപ്പ് വേണ്ടത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വലിയ ഉള്ളി അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 പച്ചമുളക് പൊടിയായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി കിട്ടുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഫ്ലെയിം കൂട്ടി കൊടുക്കാൻ പാടില്ല, പെട്ടെന്ന് പൊടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഷ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ കൂടെ തന്നെ കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു വേവാണ് നമ്മുടെ കടലപ്പരിപ്പിന് വായിലിട്ടാൽ കടിക്കുന്ന രീതിയിൽ, എന്ന് വെച്ചിട്ട് തീരെ വേവാണ്ടിരിക്കാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ചെറിയ ജീരകമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് നല്ല പൊടിയായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ ആ അരപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സായി ചൂടായി വന്ന് ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പ് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും 2 ടേബിൾ സ്പൂൺ കറിവേപ്പില പൊടിയായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ പിരിയഡയിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനി ഇത് തണിഞ്ഞു വരുന്ന ആ ഒരു സമയം കൊണ്ട് 2 കപ്പ് മൈദ, ആവശ്യത്തിനൊപ്പം ഇത്തിരി ഓയിലും കൂടി ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്തതാണ്. ചപ്പാത്തിയുടെയൊക്കെ ഒരു പരുവത്തിൽ അത് ഞാൻ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല നേർങ്ങനെ പൊടിയിട്ടിട്ട് പരത്തി കൊടുക്കാം. അപ്പോൾ ഇത് നല്ല നേർങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം കട്ടിയില്ലാതെ പരത്തി കൊടുക്കുക. അപ്പോൾ ഞാനൊരു അടപ്പ് വെച്ചിട്ട് ഇത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അധികം കട്ടിയില്ലാതെ പരത്തിയാൽ നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ മാവ് ഭയങ്കര കട്ടിയാകുമ്പം കഴിക്കുന്ന ടൈമിൽ തീരെ ടേസ്റ്റ് വരില്ല. ഇനി ഇതിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു സൈഡിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് എല്ലാ സൈഡും ഒന്ന് കൈവച്ച് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോർക്ക് വെച്ചിട്ടും കൈവച്ചിട്ട് നമ്മുടെ പിരിയട പോലെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പിരിയട പോലെ ഷേപ്പാക്കി എടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഫോർക്ക് വെച്ചിട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് കൈവച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് ഫോർക്ക് വെച്ച് ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് പിരിയട റെഡിയായി. അപ്പോൾ ഞാൻ ആദ്യം ചപ്പാത്തിയുടെയൊക്കെ ഒരു വലുപ്പത്തിലാണ് പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയല്ലാതെ തന്നെ നമുക്കിതുപോലെ ഓരോരോ കുഞ്ഞു കുഞ്ഞു ബോൾസ് എടുത്തിട്ട് പരത്തിയെടുക്കുകയും ചെയ്യാം. ഒറ്റ ബോൾസാക്കി എടുത്തിട്ട് പരത്തിയെടുത്തിട്ട് അതിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ പിരിയട എങ്ങനെയാണ് കൈവച്ച് ചെയ്തെടുക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ക്ലോസ് ചെയ്തിട്ട് കൈവച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കൈവച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് മടക്കി കൊടുക്കുക. അങ്ങനെയാണ് പിരിയട നമ്മൾ കോട്ടിയെടുക്കുക. അപ്പോൾ ഇതുപോലെ മുഴുവനും ഞാൻ പിരിയട ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കടായി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കോട്ടി വെച്ചിട്ടുണ്ടായിരുന്ന പിരിയട 2-3 എണ്ണമൊക്കെ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് കുക്കായി വന്നാൽ നമുക്ക് അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ കുക്കായതാണ്, പുറത്തുള്ള ഈ ഒരു മൈദ മാവ് മാത്രമേ കുക്കാവാനുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ മുഴുവനും ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും ഈ ഒരു രീതിയിൽ നല്ല വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് അടയൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ ചെയ്തിട്ട് ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ. Thank you.